അശ്വതി തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും ആഴ്ചഫലത്തിലേക്ക് എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ആദ്യമായി അശ്വതി. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹായിക്കും. മനസ്സിനിഷ്ടപ്പെട്ട വിവാഹത്തിൻ്റെ ആലോചന വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നും പ്രതികൂലമായ കാര്യങ്ങളും ഉണ്ടായേക്കാം. വ്യാഴാഴ്ച നല്ല ദിവസമാണ്. അടുത്തത് ഭരണി നക്ഷത്രം. മാതാവിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. മംഗളവേളകളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ചില കാര്യങ്ങളിൽ ഈ ആഴ്ച തടസ്സം അനുഭവപ്പെടാം. തിങ്കളാഴ്ച നല്ല ദിവസമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കുടുംബവുമൊത്ത് വിനോദയാത്രയ്ക്ക് പോകും. പ്രവർത്തന മേഖലകളിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും. കുടുംബജീവിതത്തിൽ നിസ്സാര കലഹങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സഹോദരങ്ങൾക്കായി പണം ചിലവഴിക്കും. ഞായറാഴ്ച നല്ല ദിവസമാണ്. അടുത്ത രോഹിണി നക്ഷത്രമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. മനസ്സിന് സന്തോഷമുണ്ടാകും. മാനസികമായ ഉല്ലാസം അനുഭവത്തിൽ വരും. തൊഴിലിലും മറ്റു മേഖലകളിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കും. കുടുംബത്തിൽ ചില അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ സാധിക്കും. അലസത ഒഴിവാക്കി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നടത്തേണ്ടതാണ്. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടും. വെള്ളിയാഴ്ച നല്ല ദിവസമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. സാമ്പത്തിക വിഷമതകൾ മറികടക്കും. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കും. സന്താന സൗഭാഗ്യത്തിന് സാധ്യത. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല ആഴ്ചയല്ല. ശനിയാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. പ്രവർത്തന മേഖലയിൽ അലസത ഉണ്ടാകാതെ മുൻപോട്ട് പോകേണ്ടതാണ്. തിങ്കളാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് പൂയം നക്ഷത്രം. ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച സമയമാണ്. ആഡംബര വസ്തുക്കളോട് ഭ്രമം വർദ്ധിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ നിയന്ത്രണം വേണം. ശനിയാഴ്ച ഭാഗ്യദിനമാണ്. അടുത്തത് ആയില്യം. പേരും പ്രശസ്തിയും കൈവരിക്കും. പൈതൃക സ്വത്തുക്കൾ ലഭിക്കും. ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ആരോഗ്യം, പോലീസ്, സൈന്യം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കും. ബുധനാഴ്ച നല്ല ദിവസമാണ്. അടുത്തത് മകം നക്ഷത്രം. രോഗശമനം ഉണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയം കൈവരിക്കും. പുതിയ തൊഴിലിന് സാധ്യത കാണുന്നുണ്ട്. മുതിർന്ന ബന്ധുക്കൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ വന്നേക്കാം. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യ ദിവസം വെള്ളി. അടുത്തത് പൂരം നക്ഷത്രം. ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകും. മാനസിക സന്തോഷം വർദ്ധിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ സാധ്യത. വാഹനം ഉപയോഗിക്കുന്നവർ അവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ചൊവ്വാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് ഉത്തരം നക്ഷത്രം. ദൈവാധീനം അനുകൂലമാണ്. അടുത്ത സുഹൃത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും. വ്യവസായ വാണിജ്യ രംഗത്ത് അനുകൂല സമയമല്ല. വ്യാഴാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് അത്തം നക്ഷത്രം. കഠിന പ്രയത്നത്താൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടും. വസ്തു ഇടപാടിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കും. വേണ്ടപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കും. വിദേശ ജോലിയിൽ സാമ്പത്തിക ഇടിവ് ഉണ്ടാകും. തിങ്കളാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രം. സന്താന ഭാഗ്യത്തിന് സാധ്യത കാണുന്നുണ്ട്. കുടുംബ വസ്തു തർക്കങ്ങൾ പരിഹരിക്കും. സംഗീത മേഖലയിൽ നല്ല അവസരം ഉണ്ടാകും. വാഹനം മാറ്റി വാങ്ങും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. ശാരീരിക പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വെള്ളിയാഴ്ച മികച്ച ദിവസമാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ മികച്ച വിജയം കൈവരിക്കും. നിർമ്മാണ മേഖലയിൽ കുതിച്ചുചാട്ടം ഉണ്ടാകും. പണയ വസ്തു തിരിച്ചെടുക്കും. ജാമ്യം നിന്നതിൽ പ്രയാസത്തിന് സാധ്യത. ഭാഗ്യദിനം ചൊവ്വ. അടുത്ത വിശാഖം നക്ഷത്രമാണ്. ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകും. അധികൃതരുടെ നിർബന്ധത്താൽ പ്രത്യേക വിഭാഗത്തിൽ ചുമതല ഏറ്റെടുക്കും. സാമ്പത്തിക നേട്ടം കുറവെങ്കിലും കർമ്മമേഖലയിൽ തൃപ്തികരമായ ഫലം ഉണ്ടാകും. ഭാഗ്യദിനം വ്യാഴം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. പുതിയ മേഖലകളിൽ പ്രവർത്തനം തുടങ്ങുവാൻ ശ്രമിക്കും.
വാഹനം മാറ്റിവാങ്ങും. തൊഴിൽപരമായ തടസ്സങ്ങൾ ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ആരോഗ്യം ശ്രദ്ധിക്കുക. ഭാഗ്യദിനം ശനി. അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ്. വീട് പണിക്ക് തുടക്കം കുറിക്കും. മനസ്സമാധാനം കൈവരും. വാഹനം മാറ്റിവാങ്ങും. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും. യാത്രകൾ സുഗമമാകും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം. ഭാഗ്യദിനം ചൊവ്വ. അടുത്തത് മൂലം നക്ഷത്രമാണ്. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി തിരികെ ലഭിക്കും. പുതിയ ജോലികൾ ഏറ്റെടുക്കും. പുതിയ ഭൂമി വാങ്ങുവാൻ ആലോചിക്കും. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറും. ഭാഗ്യദിനം ബുധൻ. അടുത്തത് പൂരാട നക്ഷത്രമാണ്. വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരാം. പുതിയ ജോലിയിൽ പ്രവേശിക്കും. ശാരീരിക പ്രശ്നങ്ങൾ വിഷമിപ്പിക്കും. ഞായർ മികച്ച നിറമാണ്. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. സാമ്പത്തികമായി മെച്ചം ഉണ്ടാകുന്ന ആഴ്ചയാണ്. ജോലിയിൽ സമാധാനം ഉണ്ടാകും. ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുവാൻ അവസരമുണ്ടാകും. ചില കാര്യങ്ങളിൽ തടസ്സത്തിന് സാധ്യത കാണുന്നുണ്ട്. ചൊവ്വ മികച്ച ദിവസമാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. പരീക്ഷകളിൽ വിജയിക്കും. വിവാഹ തടസ്സം നീങ്ങും. ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഞായറാഴ്ച എന്തുകൊണ്ടും നല്ല ദിവസമാണ്. അടുത്തത് അവിട്ടം. IT മേഖലയിൽ പുതിയ തൊഴിലവസരമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിൽ ചില്ലറ തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കൃഷിത്തോട്ടം വിപുലീകരിക്കും. ത്വക്കുരോഗ വിദഗ്ധൻ്റെ ചികിത്സ വേണ്ടിവരും. ശനിയാഴ്ച മികച്ച ദിവസമാണ്. അടുത്ത ചതയം നക്ഷത്രമാണ്. ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കും. പൊതുപ്രവർത്തന രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. തിങ്കളാഴ്ച എന്തുകൊണ്ടും നല്ല ദിവസമാണ്. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. ഭാഗ്യയോഗത്താൽ കാര്യങ്ങൾ അനുകൂലമാകും. ലോൺ, ചിട്ടി എന്നിവ അനുകൂലമായി ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല സമയമല്ല. ബുധനാഴ്ച മികച്ച ദിവസമാണ്. അടുത്ത ഉത്രട്ട നക്ഷത്രമാണ്. സിവിൽ കേസുകൾ അനുകൂലമാകും. പാർട്ട് ടൈം ബിസിനസ്സിൽ മെച്ചമുണ്ടാക്കാൻ സാധിക്കും. വിദേശയാത്ര അനുകൂലമായി വന്നു ചേരും. സാമ്പത്തികമായ നേട്ടമുണ്ടാകും. പ്രൊഫഷണലുകൾക്ക് ജോലിഭാരം കൂടും. ആരോഗ്യം സൂക്ഷിക്കണം. വെള്ളിയാഴ്ച ഭാഗ്യ ദിവസമാണ്. അവസാനമായി രേവ നക്ഷത്രമാണ്. സംഘടനയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. മത്സരങ്ങളിൽ വിജയിക്കും. പുതിയ പ്രൊജക്റ്റ് വർക്കുകളിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. കൃഷി ചെയ്യുന്നവർക്ക് അധിക ലാഭം ഉണ്ടാകും. സാമ്പത്തിക ബാധ്യതയും ചെലവും വർദ്ധിക്കും. ഉദരരോഗത്തിന് സാധ്യത. തിങ്കളാഴ്ച ഭാഗ്യ ദിവസമായി കാണാൻ സാധിക്കും. വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.